1990കളുടെ അവസാനം കോയമ്പത്തൂരിലെ ഒരു ടെക്സ്റ്റൈൽ മില്ലിൽ ഒരു ചെറിയ സംഭവം നടക്കുന്നു. അവിടെ ജോലി ചെയ്യുന്ന ഒരു യുവതി ആ കമ്പനിയുടെ ചെയർമാനെ സമീപിച്ച് ഒരു സിമ്പിൾ റിക്വസ്റ്റ് നടത്തുന്നു. തനിക്ക് തൻ്റെ പഠനം തുടരാൻ സഹായിക്കാമോ? ഇതൊരു കോർപ്പറേറ്റ് പ്രപ്പോസലൊന്നുമല്ല, ഒരു വലിയ മീറ്റിംഗ് വിഷയം പോലുമല്ല. ഒരു തൊഴിലാളിയുടെ തികച്ചും വ്യക്തിഗതമായ ഒരു ആവശ്യം മാത്രം. പക്ഷെ ചിലപ്പോൾ ബിസിനസ് സ്റ്റോറീസ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടാവില്ല, ഇത്തരം ചെറിയ ക്വസ്റ്റ്യൻസ് കൊണ്ടാവും തുടങ്ങുന്നത്. ചോദ്യം കേട്ട ആ ചെയർമാൻ KPR മില്ലിൻ്റെ ഉടമ KP രാമസ്വാമിയായിരുന്നു. ദരിദ്രമായ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് 4 മക്കളെ പഠിപ്പിക്കാൻ അച്ഛന് കഴിയാതെ വന്നപ്പോൾ തൻ്റെ പഠിപ്പ് നിർത്തേണ്ടി വന്നൊരു മനുഷ്യൻ. ആ ചോദ്യം തൻ്റെ ഭൂതകാലത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ടാവാം ഉടനടി അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. പഠിക്കാൻ ആഗ്രഹമുള്ള തൊഴിലാളികൾക്ക് ഒരവസരം നൽകാം. അതൊരു CSR ഇനിഷ്യേറ്റീവായി ആരംഭിച്ചതല്ല, ബഡ്ജറ്റ് പ്ലാനിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ആ കമ്പനിയുടെ ഒരു സിസ്റ്റമായി വളരെ വേഗം മാറി. ആദ്യം ഏകദേശം 50 സ്ത്രീ തൊഴിലാളികൾക്ക് കറസ്പോണ്ടൻസ് പ്രോഗ്രാം ആരംഭിക്കുകയും അവർ +2 എക്സാമിനേഷൻ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ആ അവസരത്തിൽ അവിടെ പല കമ്പനികളും ആ ഇനിഷ്യേറ്റീവ് സ്റ്റോപ്പ് ചെയ്തേനെ. പക്ഷെ KPR മിൽ അത് റിപ്പീറ്റ് ചെയ്തു വർഷം തോറും. അതുകൊണ്ട് തന്നെ ഇന്ന് ഏകദേശം 27,000 സ്ത്രീകൾ KPR മിൽ വഴി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ചിലർ MBA വരെ ചെയ്തു, ചിലർ നേഴ്സായി, ചിലർ IT സെക്ടറിലേക്ക് പോയി. പലരും അതേ കമ്പനിയിൽ തന്നെ ബെറ്റർ റോളുകളിൽ തുടരുകയും ചെയ്തു. ഇത് വേണമെങ്കിൽ ഒരു ഇമോഷണൽ സ്റ്റോറി ആയിട്ട് നമുക്ക് കേൾക്കാം. പക്ഷേ ഇവിടെ ഒരു ഡീപ്പർ ബിസിനസ് ലെയർ ഉണ്ട്. ഇത്തരമൊരു ഇനിഷ്യേറ്റീവ് എന്തൊക്കെയാണ് ആ കമ്പനിക്ക് തിരിച്ചു നൽകിയത്? വർക്ക് ഫോഴ്സ് ക്വാളിറ്റി ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്തു. എഡ്യൂക്കേറ്റഡ് എംപ്ലോയീസ് കൂടുതൽ എഫിഷ്യൻ്റായി. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ബെറ്റർ ഡിസിപ്ലിൻ. അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രശ്നം സോൾവ് ചെയ്ത തീരുമാനം കമ്പനിയുടെ ലോങ് ടേം പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി മാറി. ഇനി ഈ കഥയുടെ ബിസിനസ് ഒറിജിൻ നോക്കാം. 1970കളിൽ KP രാമസ്വാമി തൻ്റെ അമ്മയുടെ അങ്കിളിൽ നിന്ന് 8,000 രൂപ ലോൺ എടുത്ത് ഒരു പവർ ലൂം ബിസിനസ് ആരംഭിക്കുന്നു. 1984 അവനും സഹോദരങ്ങളും ചേർന്ന് KPR മിൽ സ്ഥാപിക്കുന്നു. അന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫ്രാഗ്മെന്റഡ് ആയിരുന്നു. സ്പിന്നിങ്, നിറ്റിംഗ്, പ്രോസസ്സിംഗ്, ഗാർമെന്റിംഗ് തുടങ്ങി എല്ലാ മേഖലകളും വേർതിരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യുന്നത് വളരെ എളുപ്പവുമായിരുന്നു. പക്ഷേ KPR മിൽ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് എടുത്തു. അവർ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ മോഡൽ ബിൽഡ് ചെയ്തു. കോട്ടൺ മുതൽ ഗാർമെൻറ്റ് വരെ എൻറ്റയർ വാല്യൂ ചെയിൻ കൺട്രോൾ ചെയ്യാൻ അവർ സ്ലോലി ഇൻവെസ്റ്റ് ചെയ്തു. ഇത് ഷോർട്ട് ടേമിൽ കോസ്റ്റ് കൂടാൻ കാരണമായെങ്കിലും ലോങ് ടേമിൽ അതൊരു വലിയ അഡ്വാൻറ്റേജായി മാറി. അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു, ക്വാളിറ്റി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു, ഡെലിവറി സ്പീഡ് ഇംപ്രൂവ് ചെയ്തു. ഇത് ഗ്ലോബൽ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാനും കമ്പനിയെ സഹായിച്ചു. വെറും 8,000 രൂപയിൽ തുടങ്ങിയ KPR മിൽ ഇന്ന് 30,000 കോടി വാല്യുവേഷൻ റേഞ്ചിലുള്ള ലിസ്റ്റഡ് കമ്പനിയാണ്. ആനുവൽ റവന്യൂ ഏകദേശം 5,000 മുതൽ 6,000 കോടി റേഞ്ച് വരെ. ഏകദേശം 25,000 എംപ്ലോയീസ്. ഓരോ വർഷവും 157 മില്യൺ ഗാർമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇവരുടെ ക്ലയൻസ് ആരൊക്കെയാണ്? മാർക്സ് ആൻഡ് സ്പെൻസർ, H&M, Primark പോലുള്ള ഗ്ലോബൽ ബ്രാൻഡ്സ്. ഗാർമെൻറ്റ് സെഗ്മെൻറ്റ് മാത്രം തന്നെ കമ്പനിയുടെ റവന്യൂവിൽ ഏകദേശം 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കമ്പനി സ്പിന്നിംഗ് ബിസിനസ്സിൽ നിന്ന് ഗ്രാജുവലി വാല്യൂ ആഡഡ് ഗാർമെൻറ്റ് എക്സ്പോർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഈ ഫൗണ്ടർ ട്രാൻസ്ഫോർമേഷൻ നോക്കുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ക്ലിയർ ആണ്. അന്ന് 8,000 രൂപ ലോൺ എടുത്ത ഒരു പവർ ലൂം ഓപ്പറേറ്റർ, അദ്ദേഹം ഇന്ന് ഒരു ലിസ്റ്റഡ് ടെക്സ്റ്റൈൽ കമ്പനിയുടെ ചെയർമാൻ, ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ പൊസിഷൻ നേടിയ ഒരു ബിസിനസ്മാൻ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് നോക്കുമ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് കൊണ്ട് മാത്രം വന്നതല്ല, ചില കീ മൂമെന്റ്സ് ഈ കൾച്ചർ ഷേപ്പ് ചെയ്തതുകൊണ്ടുകൂടി വന്നതാണ്. 2020 കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ഇന്ത്യയിലെ പല ഫാക്ടറീസും വർക്കേഴ്സിനെ പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. പക്ഷെ പിന്നീട് ലോകം ഓടിത്തുടങ്ങിയപ്പോൾ ലേബർ ഷോർട്ടേജ് കാരണം പല കമ്പനികളിലും പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ മാസങ്ങളെടുത്തു. KPR മില്ലിനും ഇതേ അവസ്ഥ ഉണ്ടാകുമായിരുന്നു അവർ വർക്കേഴ്സിനെ പറഞ്ഞു വിട്ട് ഇമ്മീഡിയറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. പക്ഷെ അവർ അന്നെടുത്ത തീരുമാനം മറ്റൊന്നായിരുന്നു. വർക്കേഴ്സിനോട് അവർ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ കമ്പനി തന്നെ ഫുഡ്, അക്കോമഡേഷൻ, സാലറി എല്ലാം നൽകുമെന്നായിരുന്നു. ഇത് ഫിനാൻഷ്യലി വളരെ റിസ്കി ആയിരുന്ന ഒരു തീരുമാനമാണ്. 1 രൂപ വരുമാനം ഉണ്ടാക്കാതെ ചിലവുകൾ കോടികൾ കടക്കും. പക്ഷേ റിസൾട്ട് എന്തായിരുന്നു? 100% വർക്കേഴ്സും അവിടെ തന്നെ തുടർന്നു. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഓപ്പറേഷൻസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ മറ്റ് ഫാക്ടറീസിന് ലേബർ ഷോർട്ടേജ് കാരണം 3-4 മാസം എടുത്തപ്പോൾ KPR മിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഫുൾ കപ്പാസിറ്റിയിൽ തിരിച്ചെത്തി. പ്രൊഡക്ഷൻ ഡിലേ നേരിടേണ്ടി വരാഞ്ഞതുകൊണ്ട് ഇത് കമ്പനിക്ക് ഇനിഷ്യൽ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ സഹായിച്ചു. ഇതിനെയാണ് ഒരു കമ്പനി വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ 2007 IPO ഫേസ് കൂടി നോക്കാം. കമ്പനി പ്രൈവറ്റ് ഇക്വിറ്റി റേസ് ചെയ്തു, ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓൺബോർഡ് ചെയ്തു, കൺസൾട്ടൻസായി ഏൺസ്റ്റ് ആൻഡ് യങ് എത്തി. IPO ലിസ്റ്റിംഗ് പ്രൈസ് ഏകദേശം 225 രൂപയായിരുന്നു. എന്നാൽ ഇന്നത് ഇൻവെസ്റ്റേഴ്സിന് 30 മടങ്ങ് ലാഭമാണ് നൽകിയത്. ഇപ്പോൾ കമ്പനി റീറ്റെയിൽ സെഗ്മെന്റിലേക്ക് കൂടി മൂവ് ചെയ്യുന്നു.
2019 ഫാസോ എന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. ഏകദേശം 2500 സ്റ്റോഴ്സ് വഴി ഡിസ്ട്രിബ്യൂഷൻ ബിൽഡ് ചെയ്തു. B2B മോഡലിന് പുറമെ B2C പ്രസൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണിത്. ഇനി ഒരു ഒബ്സർവേഷൻ കൂടി. പൊതുവെ കമ്പനികൾ ഗ്രോത്ത് ബിൽഡ് ചെയ്യാൻ മെഷീൻസ്, ക്യാപിറ്റൽ, എക്സ്പാൻഷൻ എന്നിവയാണ് ഉപയോഗിക്കാറ്. എന്നാൽ ചില കമ്പനികൾ ഒരു ഡിഫറെന്റ് അസറ്റ് ബിൽഡ് ചെയ്യും. ദാറ്റ് ഈസ് പീപ്പിൾസ് ട്രസ്റ്റ്. അതിന് ബാലൻസ് ഷീറ്റിൽ ചിലപ്പോൾ വാല്യൂ കാണില്ലായിരിക്കും, പക്ഷെ ക്രൈസിസ് സമയത്ത് അതിന്റെ ഗുണം വളരെയധികം വിസിബിൾ ആകും. KPR മിൽ അതാണ് ബിൽഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ കഥ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ കഥ മാത്രമല്ല, ഒരു ചെറിയ ഹ്യൂമൻ ഡിസിഷൻ എങ്ങനെ ഒരു 30,000 കോടി ബിസിനസ് അഡ്വാൻറ്റേജായി മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമായി കൂടി മാറുന്നത്. ഇനി ഫൗണ്ടേഴ്സിനോട്, നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ഒരു കമ്പനി മാത്രമാണോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണോ? സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ചില പ്രോസസ്സുകൾ മാത്രം മതിയാകില്ല, ആളുകളും അതിൻ്റെ ഭാഗമാകണം. മെഷീൻസ് എഫിഷ്യൻസി നൽകും, ക്യാപിറ്റൽ സ്കെയിൽ നൽകും, പക്ഷെ ക്രൈസിസ് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളുടെ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഫൈനൽ തോട്ട്, എംപ്ലോയീസ് ഒരു കോസ്റ്റ് മാത്രമല്ല, അവർ നിങ്ങളുടെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് അസറ്റാണ്. അത് മനസ്സിലാക്കുന്ന ഫൗണ്ടേഴ്സ് കോമ്പറ്റീഷനോടല്ല, ക്രൈസിസിനോട് പോലും വിജയിക്കും.